ഹലോ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബൈനാൻസ് നമ്മൾ അപ്ലിക്കേഷൻസ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം നമുക്കിപ്പോൾ ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ടാക്സും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ അറിയാം CoinDesk ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫണ്ടും കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് ലോസ്റ്റ് ആയിട്ടുണ്ട്. CoinDesk ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, പക്ഷേ വാസറെക്സിൽ കുറേ പേര് ഫണ്ട് ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. CoinDesk അതുപോലെ ഫ്യൂച്ചറിൽ വരാതിരിക്കാം അതിനുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ബൈനാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണ്. നിങ്ങൾ വലിയൊരു ഫണ്ടും കാര്യങ്ങളൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്തായാലും കോൾഡ് വാലറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി അതിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ നമ്മളിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കൂടുതൽ ആൾക്കാരും ബൈനാൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബൈനാൻസിലൂടെ മണി മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ കുറേ പേർക്കൊക്കെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ മുന്നേ തന്നെ അറിയാം. പക്ഷേ അതിൽ കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായി കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും മതിയും വെയിറ്റ് ചെയ്യാം, നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബൈനാൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ നമ്മുടെ മാർക്കറ്റൊക്കെ നല്ല രീതിക്ക് പമ്പാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈയും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത ആ ഒരു ടൈമിൽ $3,500 വരെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. കുറേ പേര് പാനിക്കായിട്ട് കുറേ സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെറും സ്റ്റാർട്ടിങ് മാത്രമാണ്. നമുക്ക് BTC ആ ഒരു ഹൈ മൂവ്മെൻറ്റ് കഴിഞ്ഞ ടൈമിൽ നമുക്ക് പിന്നെ എത്തീരിയം ആയിരുന്നു ഹൈ മൂവ്മെൻറ്റ് വരാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമായിട്ട് നമുക്ക് ഓൾ കോയിൻസും കാര്യങ്ങളൊക്കെ വരിക, ഓൾ സീസൺ വരിക. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോൾ ആയത്. അതുകൊണ്ട് നമ്മൾ നിങ്ങളെ കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നിങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്യുക, നമുക്ക് എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ലോഞ്ച് പൂളാണ്. ലോഞ്ച് പൂൾ അല്ലെങ്കിൽ ലോഞ്ച് പാഡ്. ഇത് കുറേ ആൾക്കാർക്ക് അറിയും. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലുള്ള BNB നമ്മൾ സ്റ്റേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ പുതിയ ടോക്കൺസ് വരുന്ന ടൈമിൽ ബൈനാൻസുകാരൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലോഞ്ച് പൂളായിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു 7 days അല്ലെങ്കിൽ 14 days നമ്മൾ ഈ ഒരു BNB സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു നേറ്റീവ് ടോക്കൺ റിവാർഡായിട്ട് കിട്ടും. ആ ഒരു ടോക്കൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല് ചെയ്ത്, അതായത് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യണം. കാരണം ആ ഒരു ടൈമിൽ നല്ല രീതിക്ക് പമ്പ് ചെയ്യും. അതിനുശേഷം പിന്നെ ആൾക്കാരെല്ലാം സെല്ല് ചെയ്ത് നല്ല രീതിയിൽ ഡംപ് ആകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ആ ഒരു ലോഞ്ച് പൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഞ്ച് പൂൾ വരുന്ന ടൈമിൽ BNB ബൈ ചെയ്യല്ല, അതിന് മുന്നേ തന്നെ BNB ബൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡിപ്പൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോഞ്ച് പൂൾ യൂസ് ചെയ്യാം. കാരണം ലോഞ്ച് പൂൾ വരുന്ന ടൈമിൽ ഈ ഒരു ലോഞ്ച് പൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ BNB ആ ഒരു ടൈമിൽ ബൈ ചെയ്യും. ആ ടൈമിൽ BNBയുടെ പ്രൈസ് നല്ല രീതിക്ക് പമ്പാവും ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഡിപ്പ് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് അഥവാ BNB ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം വേൾഡ് ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ചിൻ്റെ നേറ്റീവായിട്ടുള്ള ടോക്കണാണ് BNB. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടോക്കൺ ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കേസിൽ BNB ഹോൾഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ച് പൂളിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയത് നമുക്ക് പ്രൂവ് എന്നുള്ളൊരു ടോക്കൺ കംപ്ലീറ്റ് ആയിരുന്നു. അതിലിപ്പോൾ ഏകദേശം ഒരു 0.8 പ്രൂവാണ് പെർ BNBക്ക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അതേപോലെ തന്നെ കുറേ ടോക്കൺസും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇല്ല നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു BNB നിങ്ങളുടെ കയ്യിലുള്ള BNB എത്രയാണെന്ന് പറഞ്ഞാൽ ആ ഒരു BNB സ്റ്റേക്ക് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ജസ്റ്റ് മാക്സിമം കൊടുക്കണം. നമുക്ക് ഫ്ലെക്സിബിൾ ഉണ്ട്, 0.14% ആണ്. അതല്ലാതെ 90 days 120 daysനൊക്കെ നിങ്ങൾ BNB സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര റിവാർഡാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു BNB നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.001 BNB കിട്ടും. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ട്രേഡ് BNBയിൽ തന്നെ പോകണം. അപ്പോൾ ഇവിടെ BNB നമുക്കൊരു BNB 120 daysന് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0.0015 ഏകദേശം $1 BNB കിട്ടുന്നുള്ളൂ. എന്നാലും നമുക്ക് ചുമ്മാ നമ്മൾ അക്കൗണ്ടിൽ വയ്ക്കുന്നതിനെക്കാട്ടിലും നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതാണ് കേസ് നമ്മുടെ ഫസ്റ്റ് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് പറയുന്നത് നമുക്ക് അഫിലിയേറ്റ് തന്നെയാണ്. ഈ ഒരു ബൈനാൻസ് കൂടുതൽ പ്രോഫിറ്റ് ഈ ഒരു റഫറിലൂടെ തരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നില്ല. വേറെ ഒരു എക്സ്ചേഞ്ചസ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് അവർക്ക് തന്നെ ആ ഒരു എക്സ്ചേഞ്ചസിന് ഇത്ര എമൗണ്ട് ഓഫ് ടോക്കൺസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഫണ്ട്സ്
അവർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ഫുള്ള് നമുക്ക് റഫറൽ റിവാർഡായിട്ട് തരും. അപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി റഫറൽ റിവാർഡ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷേ ബൈനാൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു എക്സ്ചേഞ്ച് ആയതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ ആയിട്ട് റിവാർഡ് കൊടുത്തിട്ട് അവർക്ക് യൂസൊന്നും ഇല്ല. അതുകൊണ്ട് അവർ ഭയങ്കര കുറവാണ് റിവാർഡ് തരുന്നത്. പക്ഷേങ്കിലും നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ഫീസും കാര്യങ്ങളും നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റഫറൽ ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേർഡായിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏൺ സെക്ഷൻ ഉണ്ടാകും. ഇവിടെ ഏൺ സെക്ഷൻ നമുക്ക് ഇവിടെ സിമ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എല്ലാ കോയിൻസും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ടോക്കൺസ് വാങ്ങിക്കുകയാണ്, നിങ്ങൾക്ക് ഇടയിൽ ട്രേഡ് ചെയ്യാൻ ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കുന്ന ചിലപ്പോൾ ഒരു മാസം നിങ്ങൾ ചിലപ്പോൾ വെറുതെ വെച്ചിരിക്കാം. ആ ഒരു മാസം നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട്, നിങ്ങൾക്ക് ഒരു ചെറിയൊരു റിവാർഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സിമ്പിളാണ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളതിലിപ്പോൾ കുറച്ച് എത്തുണ്ട്, അല്ലെങ്കിൽ TRX ഉണ്ട്, അല്ലെങ്കിൽ BNB എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ TRX എടുക്കാം. നമുക്ക് 2.8% കിട്ടുന്നുണ്ട്. ഫ്ലെക്സിബിൾ തന്നെ നമുക്ക് 2.8 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലെക്സിബിളിൻ്റെ ഏകദേശം ഒരു 750 TRX ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് 750 കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് എഗ്രീഡ്. നമുക്ക് ഏകദേശം ഡെയിലി 0.05 TRX ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നേരെ ഇതായിക്കോളും. നിങ്ങൾക്ക് അതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് ഞാൻ കൺഫേം കൊടുത്തു. ഇനിയിപ്പോൾ ഗോ ടു ഏൺ വാല്യൂവിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ റിഫ്രഷ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു TRX ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു TRX 2.8% നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ നേരെ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ ഫ്ലെക്സിബിളാണ് കൊടുത്തത്. ഓക്കെ, ഫ്ലെക്സിബിൾ കൊടുത്തുകൊണ്ടാണ് നമുക്ക് 0.05 കിട്ടുന്നത്. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും റെഡീം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് മാക്സ് കൊടുത്ത് കൺഫേം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ സ്പോട്ട് വാല്യൂലോട്ടേക്ക് വരികയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ എങ്ങനെയെന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളൊരു 3 months അല്ലെങ്കിൽ 2 months എന്തായാലും ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ എന്നുകൊണ്ട് നിങ്ങൾക്ക് മൈൻഡിലൊരു തോട്ടുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഫണ്ട് എടുക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു സിമ്പിൾ ഏണിൽ പോവാം. സിമ്പിൾ ഏണിൽ പോയിട്ട് ഇപ്പോൾ TRXനെ നമ്മൾ എക്സാമ്പിളായിട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് കിട്ടും. അതായത് 1.89%, 2%, 9.3. ഇപ്പോൾ നിങ്ങൾ 60 ഡേയ്സിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 750 നിങ്ങൾക്ക് ഇവിടെ നോക്കാം 2.46 കിട്ടും. അത് നമുക്ക് ടോട്ടലായിട്ട് ആ ഒരു 60 ഡേയ്സ് കഴിയുന്ന ടൈമിൽ 2.46 TRX കിട്ടും. അപ്പോൾ ഒരു TRXൻ്റെ എമൗണ്ട് ഏകദേശം 30 rupees. അപ്പോൾ നിങ്ങൾക്ക് 2.4 നോക്കുന്നുണ്ടെങ്കിൽ അപ്രോക്സ് ഒരു 90 rupees നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. 90 rupees ഏകദേശം ഒരു $1 അടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും 60 ഡേയ്സിന്. അത് 750 TRX ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളതിൽ ഫണ്ട് വെറുതെ നിങ്ങൾ സ്പോട്ട് വാലിലോട്ടേക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ലാസ്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത് ക്ലൗഡ് മൈനിങ് ആണ്. അപ്പോൾ നിങ്ങൾ കുറേ മൈനിങ് സൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് എല്ലാം എന്ന് പറയുന്നത് 99.99% സ്കാം ആയിരിക്കും. നമുക്ക് ബൈനാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ ഇടുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൈനാൻസുകാർ നമുക്ക് മൈൻ ചെയ്ത് തരുന്നുണ്ട്. സ്റ്റേക്കിങ്ങിൻ്റെ അതേ ഓപ്ഷൻ തന്നെയാണ്, പക്ഷേ അവർ കുറച്ച് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ 1 click order, BTC മൈനിങ്, ഗെയിൻ BTC എവരിഡേ. നമുക്ക് BTC ആണ് ഉള്ളത്. ഇത് സോൾഡ് ഔട്ടാണ് ആയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കറൻ്റ്ലി വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ഫ്രം $23. അപ്പോൾ $23 നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മിനിമം ഡ്യൂറേഷൻ 360 days ആണ്. 360 daysന് അത് ലോക്കായിരിക്കും. അപ്പോൾ ഇവർ മൈനിങ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ 1 year ചെയ്യില്ല, അതേ സെയിം പ്രൊസീജിയറാണ്. നമ്മൾ ഇതിൽ BTC $23 തൊട്ട് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ 1 year ലോക്ക് ചെയ്യും. അത് മോസ്റ്റ്ലി അവർ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി പ്രൊവൈഡിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. പക്ഷെ നമുക്ക് ഒരു പ്രോഫിറ്റ് ആ ഒരു 1 year കഴിഞ്ഞ ശേഷം തരും. ആ ശേഷം നിങ്ങൾക്ക് വിത്ത് പ്രോഫിറ്റും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും ചേർന്ന് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത് എപ്പോഴാണ് വരിക നമുക്ക് ഇനി അറിയില്ല. കാരണം ക്ലൗഡ് മൈനിങ് ഇപ്പോൾ കറൻ്റ്ലി ഫുള്ളി എല്ലാ ആൾക്കാരും അത് യൂസ് ചെയ്ത് ഫില്ലായിരിക്കുകയാണ്. നമ്മൾ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാം. അപ്പോൾ ഇത്രയുള്ള വൈസ് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. നമ്മൾ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ടൈം ആവും. നമ്മളെന്തായാലും ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാം ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഗുഡ് ബൈ.